ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ എക്സാംസിന് തീർച്ചയായും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല ക്വസ്റ്റ്യൻ, സുപ്രീം കോടതി അധികാരം. സുപ്രീം കോടതി അധികാരങ്ങളൊന്നും ഏതൊക്കെയാണെന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ഈ ഷോർട്സിലൂടെ വളരെ എളുപ്പത്തിൽ അധികാരങ്ങൾ പഠിച്ചാലോ. ഒന്ന് മനസ്സിലാക്കേണ്ടത് സുപ്രീം കോടതി അധികാരങ്ങൾ ഏതൊക്കെയാണ്. ഒന്നാമത്തെ അധികാരം ഉദ്ഭവ അധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജുഡിസിഷൻ ആണ്. 2 അപ്പീൽ അധികാരം അല്ലെങ്കിൽ അപ്പേൽ ജുഡിസിഷൻ. 3 ഉപദേശ അധികാരം അല്ലെങ്കിൽ അഡ്വൈസ് ജുഡിസിഷൻ. 4 റിട്ട് ജുഡിസിഷൻ അല്ലെങ്കിൽ റിട്ട് അധികാരം. 5 എന്ന് പറയുന്നത് പുനരവലോകന അധികാരം അല്ലെങ്കിൽ റിവൈസ്ഡ് ജുഡിസിഷൻ. അപ്പൊ പ്രധാനപ്പെട്ട ജുഡിസിഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം, ഈ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്ന്, സുപ്രീം കോടതിയിൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം, ഇതെല്ലാം സുപ്രീം കോടതിയിലെ ഉദ്ഭവ അധികാരത്തിൽ നിക്ഷിപ്തമാണ്. ഇനി രണ്ടാമത്, രാജ്യത്തെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതി എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ്. അപ്പൊ രാജ്യത്തെ ഏത് കീഴ്ക്കോടതിയിലെ വിധിയിന്മേലും അപ്പീൽ സ്വീകരിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതാണ് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം എന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കാം, രാഷ്ട്രപതിക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകാൻ സുപ്രീം കോടതിക്ക് ബാധ്യതയുണ്ട്. അപ്പൊ ഭരണഘടനാപരമായ ബാധ്യതയാണത്. അപ്പൊ ആ ഒരു ബാധ്യത നിർവഹിക്കുന്നതിൽ സുപ്രീം കോടതിയുടെ അധികാരമാണ് ഉപദേശ അധികാരം. എന്താണ്? രാഷ്ട്രപതിക്ക് ഏത് വിഷയത്തിന്മേലും നിയമോപദേശം നൽകാനുള്ള ഭരണഘടനാപരമായ ബാധ്യത സുപ്രീം കോടതിക്കുണ്ട്. ആ അധികാരത്തെയാണ് ഉപദേശ അധികാരം എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്ത് നോക്കാം, മൗലികാവകാശങ്ങളുടെ സംരക്ഷണമാണ് സുപ്രീം കോടതി അല്ലെ. അപ്പൊ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം ആർക്കുണ്ട്? റിട്ട് അധികാരം എന്ന് പറഞ്ഞ അധികാരം സുപ്രീം കോടതിക്കുണ്ട്. മൗലികാവകാശം സംരക്ഷിക്കാനുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതിനെയാണ് റിട്ട് അധികാരം എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കാം, ഭരണഘടനയുടെ സംരക്ഷകൻ. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് കരുത്ത് നൽകുന്ന ഏറ്റവും വലിയ അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. അപ്പൊ ഇത്രയും അധികാരങ്ങൾ അത് ഏതൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ക്ലിയർ ആയാലും. അപ്പൊ ഇനി ഒരു ചോദ്യം ഇതുപോലെ കണ്ട തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കില്ലേ?